സോസേജ് സ്റ്റിർ ഫ്രൈ ഈ രീതിയിൽ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ റീസെൻ്റ്ലി ഒരു ഡിന്നർ പാർട്ടിക്ക് പോയപ്പോഴാണ് ഈ രീതിയിൽ കഴിച്ചത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന്. സോസേജ് ഇങ്ങനെ ചെരിച്ച് ഈ കനത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിലേക്ക് സോൾട്ട്, പെപ്പർ, ഗാർലിക് പൗഡർ ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ശേഷം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡിലേക്കും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. മോയ്സ്ചർ കണ്ടൻറ്റ് ഒത്തിരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആക്കി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കോരി മാറ്റാം. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കുക. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. ശേഷം നല്ല ക്യാപ്സിക്കം ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. കഴിക്കാൻ പാകത്തിനാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ നമുക്ക് സോസേജ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഹോട്ട് സോസ് കുറച്ച്, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്. ഞാൻ ടൊമാറ്റോ സോസിന് പകരം കെച്ചപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതായാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. വെറുതെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയൂ.